നായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തമാർക്കും ആമേൻ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അല്പനിമിഷം ധ്യാനിപ്പാൻ 1-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവൻ ആറ്റിരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്തതൊക്കെയും സാധിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചന്തമേറിയ ഒരു ദൈവത്തിൻ്റെ ആലോചനയാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിലേക്ക് ആമേൻ പരിശുദ്ധാത്മാവ് ദാവീദിനെ കൊണ്ടുചെന്നപ്പോൾ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഒരു വൃക്ഷത്തെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ദാവീദ് ദൂത് ആരംഭിക്കുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ അഭിഷിക്തമാരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിലേക്ക് ദാവീദ് രാജാവ് പ്രൈസ് ദി ലോർഡ് ആമേൻ ജനത്തെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റ ദൂത്, അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും. സ്തോത്രം. അപ്പോൾ ആറ്റിൻ്റെ അരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഇല വാടാൻ ചാൻസ് ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇല കൊഴിയാനും വളരെ ആമേൻ സാധ്യത കുറവാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം അതിനാവശ്യമായ ഉറവ് അതിനകത്തുണ്ട്. എന്നാൽ ആറ്റിനകത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് വളരെ ദൂരെ ഒന്നും പോകാൻ കഴിയില്ല, വലിയ വിശാലതയിലേക്കൊന്നും വരാൻ കഴിയില്ല, ഏറെ നാൾ നിൽക്കത്തില്ല, അത് പെട്ടെന്നത് അഴുകിപ്പോകും. പക്ഷേ സങ്കീർത്തന പ്രമാണിയായ ദാവീദ് 6-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഒരു ദൂത് കൂടെ ആമേൻ താൻ വിളിച്ചു പറയുന്നു. 4-ാമത്തെ വാക്യം, ഒരു നദി ഉണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിലേക്കാണ് ആമേൻ ജനത്തെ നയിക്കാൻ ആമേൻ ദാവീദിനെ കർത്താവ് ശക്തമായി കരങ്ങളെടുത്തത്. ദൈവപൈതലേ ആമേൻ ഒരു നദിയുണ്ട് നിശ്ചയമായി. ആമേൻ ആമേൻ അതിൻ്റെ തോടുകൾ എവിടെ പോകുന്നു? ദൈവ നഗരത്തെ പ്രൈസ് ദി ലോർഡ് അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ. ആമേൻ. അപ്പോൾ ഈ ആറ്റരുകത്ത് എന്ന് പറയുമ്പോൾ അത് എവിടെയാ? ഇത് വിശുദ്ധ നഗരത്തെ തന്നെ. ആമേൻ. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ നടുതലയായവർ ഭാഗ്യവാന്മാർ എന്ന് നമ്മൾ വായിക്കുന്നു. അവർ എന്ത് ചെയ്യുന്നു? അവർ നിത്യം തഴച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും അതിന് തകർത്ത് കളയാൻ ആർക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. എഹെസ്കേൽ പ്രവാചകൻ നമ്മൾ വായിക്കപ്പെടുമ്പോൾ എഹെസ്കേൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ജനത്തെ കുറച്ചുകൂടെ ആത്മീക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്. 47-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യം വളരെ 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 അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ ആമേൻ എഹെസ്കേൽ പ്രവാചകന് ദൈവം അരുളപ്പാട് കൊടുക്കുകയാണ്. ആമേൻ നദീതീരത്ത് ഇക്കരെയും അക്കരെയും ആമേൻ തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും ആമേൻ വളരും. പ്രൈസ് ദി ലോർഡ്. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതിരിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അതിലെ വെള്ളം വിശുദ്ധ നഗരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്ക് ഉതകും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ കുറച്ചുകൂടെ വിശാലമായി പ്രവാചകന് ദൈവം കൊടുക്കുന്ന അരുളപ്പാട്, അതാത് മാസം നീ ഫലം കായ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ മാസവും നമ്മൾ ഫലം കാച്ചുകൊണ്ടേയിരിക്കണം. കാരണം അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ടാണ് മാസം തോറും ഈ വൃക്ഷം കായ്ക്കുന്നത്. ആമേൻ. ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ നീ മാസം തോറും
എല്ലാ ദിവസങ്ങളിലും നീ എന്ത് ചെയ്യണം? ഫലം കാച്ചുകൊണ്ടേയിരിക്കണം. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വൃക്ഷമാണ് ഒരിക്കലും നിരാശപ്പെട്ട് തഴപ്പില്ലാതെ കിളിർപ്പില്ലാതെ പകുതി വഴിയിലിട്ട് ഇത് പട്ടുപോകത്തില്ല. കാരണം ഇതിൻ്റെ വെള്ളം വരുന്നത് വിശുദ്ധ നഗരത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ ഇത് എവിടെന്ന? ദൈവസഭ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് ഒഴുകപ്പെടുന്ന ആ നദിക്കകത്ത്, ആ നദിയുടെ തീരത്ത് നിൽക്കുന്ന വൃക്ഷം ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇല വാടിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വൃക്ഷം ഒരിക്കലും ഇല വാടുക മാത്രമല്ല, ഇതിനെ ആർക്കും തകർക്കാനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു മനുഷ്യന് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? തകർക്കാൻ കഴിയില്ല. കാരണം അത്ര ശക്തിയുള്ള തലത്തിലാണ് ഇതിൻ്റെ ഒഴുക്ക്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഒഴുക്കിനെ ആർക്ക് പിടിച്ചു നിർത്താനും കഴിയില്ല. കാരണം അത് വളരെ സ്തോത്രം, ദൈവ സാന്നിധ്യം നിറയപ്പെട്ട ഒരു ഒഴുക്കാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ യെശയ്യാപ്രവാചകന് ദൈവം കൊടുക്കുന്ന ഒരു അരുളപ്പാട് കിടക്കുന്നത് 34-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, ആകാശത്തിലെ സൈന്യമെല്ലാം സ്തോത്രം, ഹല്ലേലൂയ, അലിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടു പോകും. അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടി പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിൻ്റെ കായ് നോയിക്കേ. ഇവിടെ ഒന്നുകൂടെ വിശദീകരിച്ച് തൻ്റെ പ്രവാചകന് ദൈവം അരുളപ്പാട് കൊടുക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശമണ്ഡലങ്ങളിൽ നിന്ന് സൈന്യമൊക്കെയും ഇറങ്ങി വരികയാണ്. എന്താ പ്രവാചകൻ ഇങ്ങനെ ഒരു വാക്കവിടെ കൊണ്ടുവച്ചതെന്നറിയാമോ? ജനത്തിന് കുറച്ചുകൂടെ ആ സർവശക്തൻ്റെ കോപത്തിൽ നിന്ന് ജനം ഭൂതലത്തിൽ അതിൽ ഹല്ലേലൂയ ദൈവം വച്ചിരിക്കുന്ന ചില അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് ചില നന്മകൾക്ക് മുൻപിലോട്ട് കയറിപ്പോകുവാൻ വച്ചിരിക്കുന്ന ചില ദൂതുകളാണ് ഇവിടെ വായിച്ചു കേട്ടത്. അപ്പോൾ തന്നെ കുറിവാക്യം പറയുന്നു, അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുകയും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്തതായ ഒരു വൃക്ഷം. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഫലം കായ്ക്കുന്ന ദൈവകുഞ്ഞെ, ഒരിക്കലും നിന്റെ ഫലം എന്ത് ചെയ്യത്തില്ല? നിഷ്ഫലമാകത്തില്ല. കാരണം നിൽക്കുന്നത് നദീതീരത്താ. ഹല്ലേലൂയ. ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള, കണ്ടോ? നിന്നിൽ ഒരു ഫലമുണ്ടാകണം. ഹല്ലേലൂയ. നിന്നിലൊരു പുഷ്ടി ഉണ്ടാകണം, നിന്നിലൊരു വളർച്ച ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് വിശുദ്ധ മന്ദിരത്തിൽ നിന്നാണ് ഈ ആറ്റരുകത്ത് നിൽക്കുന്ന വൃക്ഷത്തിന് പുഷ്ടി പ്രാപിപ്പാൻ ജലം സമ്പാദിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഒരു കാര്യം ചിന്തിക്കുക, അതാത് മാസം ഫലം കായ്ക്കുന്നവരായിരിക്കുക. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് പകൽ? ഹല്ലേലൂയ. ശമനപരഗതുനി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ അതാത് മാസം എല്ലാ ദിവസവും ഫലം കാച്ച് മുൻപിലോട്ട് അവർ വളരുവാൻ സർവശക്തൻ സഹായിക്കണമേ. പ്രതികൂലങ്ങളെ അഴിക്കണം, പോരുകളെ തകർക്കണമേ. ഇന്ന് പകൽക്കാലം കൊടുത്ത എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.